യുകെയിലെ പുതിയ ഗവൺമെന്റ് പ്ലാനുകൾ അനുസരിച്ച് PR ലഭിക്കുന്നതിനുള്ള ക്രൈറ്റീരിയകളും കൂടുതൽ കർശനമാക്കുകയാണ്. ഇത്രയും കാലം യുകെയിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായ സിമ്പിളായ പ്രോസസ് ആയിരുന്നുവെങ്കിൽ അതിലെല്ലാം മാറ്റങ്ങൾ വരുന്നു. യുകെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിലെല്ലാം വലിയൊരു അഴിച്ചുപണിയാണ് ലേബർ ഗവൺമെന്റ് നടപ്പാക്കുന്നത്. യുകെയിൽ 5 വർഷക്കാലം വർക്ക് വിസയിൽ നിൽക്കുന്നവർക്കും ഡിപ്പെൻഡൻസിനും എളുപ്പത്തിൽ PR ലഭിക്കുമായിരുന്ന സാഹചര്യം മാറി കൂടുതൽ ക്രൈറ്റീരിയകളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതനുസരിച്ച് ഫ്യൂച്ചറിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുക എന്നുള്ളത് തീർച്ചയായും ബുദ്ധിമുട്ടായ സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. യുകെയിലെ എല്ലാ മേഖലകളിലും വർക്ക് വിസയിൽ നിൽക്കുന്നവർക്കും ഡിപ്പെൻഡൻസിനും ഫ്യൂച്ചറിൽ പുതിയ അപ്ഡേറ്റുകളായിരിക്കും ബാധകമാവുക. യുകെയിലെത്തുന്ന എല്ലാവരുടെയും തന്നെ ലക്ഷ്യമാണ് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുക, അതിനുശേഷം യുകെയിലെ സിറ്റിസൺഷിപ്പ് ലഭിക്കുക. ഈ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് യുകെയിലോട്ട് ബഹുഭൂരിപക്ഷം പേരും എത്തുന്നത്. എന്നാൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത് ആയിരക്കണക്കിന് പേർക്ക് തീർച്ചയായും ബുദ്ധിമുട്ടാകും. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമറിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ അനുസരിച്ച് യുകെയിലെ ക്രൈം റേറ്റ് കുത്തനെ വർദ്ധിച്ചിരിക്കുന്നു. ക്രൈം റേറ്റ് കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന കർശന നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒട്ടേറെ അഡീഷണൽ ചെക്കുകളും ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിന്റെ കാര്യത്തിൽ കൊണ്ടുവരണമെന്ന നിർദ്ദേശം വന്നതും. ഇത്രയും കാലം യുകെയിലുള്ളവർക്ക് ഒരു പൊതുവായ ബേസിക് ക്രിമിനൽ ചെക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ അത് വളരെ ഡീറ്റെയിൽഡായി ചെക്ക് ചെയ്യാനുള്ള പുതിയ പ്ലാനുകളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതനുസരിച്ച് ഗുഡ് ക്യാരക്ടർ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിക്കും. പുതിയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർനാഷണൽ ക്രൈംസിൽ ഉൾപ്പെട്ടുള്ളവരാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹാം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിച്ചവരാണെങ്കിൽ ഇതെല്ലാം ക്രൈറ്റീരിയകളിൽ ഉൾപ്പെടുത്തി. ഇത്രയും നാളും യുകെയിൽ എത്തിയതിനു ശേഷം യുകെയിൽ എന്തൊക്കെ ക്രൈം ആയിരുന്നു അവർ ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ചെക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ എത്തിയ രാജ്യത്തെ അവരുടെ പശ്ചാത്തലം കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ നൽകുക. അതുമാത്രമല്ല, എന്തെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അതെല്ലാം കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യേണ്ടിയും വരും. ഏതെങ്കിലും കാരണവശാൽ ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും കേസുകൾ മറച്ചുവെച്ചാൽ അവർക്ക് ബാൻ ലഭിക്കുന്ന രീതിയിലായിരിക്കും പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്നത്. വർക്ക് പ്ലേസുകളിലാണെങ്കിലും പൊതു സാഹചര്യത്തിലാണെങ്കിലും മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള കേസുകളും ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിനെ ബാധിക്കും. കെയർ ഹോമുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവിടുത്തെ റെസിഡൻസിനെ തല്ലുക തുടങ്ങിയ ക്രിമിനൽ ഒഫൻസുകൾ ചെയ്തതിന്റെ പേരിൽ PR നിഷേധിക്കുന്ന സംഭവങ്ങളും വർദ്ധിച്ചിരിക്കുന്നു. മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുക, ഏതെങ്കിലും ക്രിമിനൽ നടപടികളിൽ ഉൾപ്പെടുക, അതുകൂടാതെ സീരിയസ് ഡ്രൈവിംഗ് ഒഫൻസുകളും PR ലഭിക്കുന്നതിന് തടസ്സമാകും. മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടങ്ങളുണ്ടാക്കി മറ്റുള്ളവർക്ക് പരിക്കേൽക്കുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ വളരെ സീരിയസ് കേസ് ആയിട്ടാണ് യുകെയിൽ പരിഗണിക്കുക. ഇതിനെല്ലാം പുറമെ ഡിസോണസ്റ്റിയും ഒരു പ്രധാന മാറ്ററായി ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് ഫണ്ടുകൾ ആക്സസ് ചെയ്യുക, ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ തെറ്റായ രീതിയിൽ ക്ലെയിം ചെയ്യുക, ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുക, ഇതെല്ലാം ഡിസോണസ്റ്റി ആയിട്ട് പരിഗണിക്കും. ഉദാഹരണത്തിന് GP പ്രിസ്ക്രിപ്ഷൻ ഏതെങ്കിലും റെലവന്റ് അല്ലാത്ത കാര്യം ടിക്ക് ചെയ്ത് ഫ്രീ ആയി വാങ്ങിക്കുന്നതും ഡിസോണസ്റ്റി ആയി കണക്കാക്കും. യുകെയിൽ വർക്ക് വിസയിലുള്ളവർക്ക് ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ട്. ഇമിഗ്രേഷൻ ലോ ഏതെങ്കിലും തരത്തിൽ ബ്രേക്ക് ചെയ്യുന്നവർക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കില്ല. ഓവർ സ്റ്റേയിങ്ങും ഇല്ലീഗലായി ജോലി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് ഈ കാറ്റഗറിയിൽ വരിക. യുകെയിൽ ഏതു തരത്തിലുള്ള വിസയിലെത്തിയവരാണെങ്കിലും വിസ കാലാവധി കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും യുകെയിൽ അഡീഷണൽ ആയി നിൽക്കുകയാണെങ്കിൽ അത് ഓവർ സ്റ്റേ ആയി കണക്കാക്കും. അത്തരം സാഹചര്യങ്ങളിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുന്നതിനും അത് തടസ്സമാകും. അനധികൃതമായി ജോലി ചെയ്യുന്നതും യുകെയിലെ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രം ജോലി ചെയ്യാൻ അനുവദിക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ വർക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇല്ലീഗലായാണ് കണക്കാക്കുക. യുകെയിൽ വർക്ക് വിസയിൽ വരുന്നവർക്ക് നിരവധി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ജോലിക്കായി വരുന്നവർക്ക് ആ ജോലി മാത്രം ചെയ്യാനേ അനുവാദമുള്ളൂ. ഒരു നഴ്സായി വരുന്ന വ്യക്തിക്ക് മറ്റു ജോലികൾ ചെയ്യുക എന്നുള്ളത് നിയമവിരുദ്ധമാണ്. ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള നഴ്സിംഗ് ജോലി മാത്രമേ അവർക്ക് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ 20 മണിക്കൂറാണ് മാക്സിമം ജോലി ചെയ്യാനായി സാധിക്കുക. ഈ സാഹചര്യങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഇമിഗ്രേഷൻ ലോ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ആപ്ലിക്കേഷനുകളിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. യുകെയിലെ പുതിയ സാഹചര്യം അനുസരിച്ച് ERP സിസ്റ്റം മാറി ഡിസംബറോടുകൂടി എല്ലാവരും ഈ വിസയിലോട്ട് മാറുകയാണ്. അതിന്റെ ഇമെയിലാണ് എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും അതിന് റെസ്പോണ്ട് ചെയ്തതിനു ശേഷം അവർക്ക് ഈ വിസ ലഭിക്കുകയും അതിലുള്ള കോഡ് ഉപയോഗിച്ചാണ് പിന്നീട് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കണക്കാക്കുക. PRP കാർഡിന് തുല്യമാണ് അതിൽ നൽകിയിരിക്കുന്ന കോഡ്. എംപ്ലോയർക്കോ ഹൗസ് ഓണർക്കോ ഇമിഗ്രേഷൻ പർപ്പസിന് വേണ്ടി നൽകുക എന്നുള്ളത് ആ ഒരു കോഡ് ഉപയോഗിച്ച് തന്നെ ഒരു വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും അവർക്ക് കണ്ടെത്താനാകും. ഏതെങ്കിലും തരത്തിലുള്ള ഇമിഗ്രേഷൻ ലോ ബ്രേക്ക് ചെയ്യുന്നവരുടെ കാര്യത്തിൽ എല്ലാ വിവരങ്ങളും ഓൺലൈനിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ രീതിയിലോട്ടാണ് ഇപ്പോൾ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ റെക്കോർഡുകളും ഓൺലൈനിൽ ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ വളരെ ട്രാൻസ്പെറന്റ് ആക്കുന്ന പുതിയ വിസ നിയമങ്ങളാണ് യുകെയിൽ ഇപ്പോൾ നടപ്പാക്കുന്നത്. മുതിർന്നവരുടെ കാര്യത്തിൽ മാത്രമല്ല കുട്ടികളുടെ കാര്യത്തിലും ക്രിമിനൽ പരിശോധനകൾ കർശനമാണ്. 10 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളുടെ കാര്യത്തിലും ഗുഡ് ക്യാരക്ടർ വളരെ നിർബന്ധമാക്കുന്ന രീതിയിലാണ് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ നിയമങ്ങൾ യുകെയിൽ നിലനിൽക്കുന്നത്. കുറെ കാലമായി യുകെയിലെ ക്രിമിനൽ കേസുകളിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ യുകെയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസും പോലീസ് കൃത്യമായി അന്വേഷിക്കാതെ പോകരുത് എന്ന കർശന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമർ നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള
ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം ഉണ്ടാകും. വിക്ടിമിന് കൂടുതൽ സപ്പോർട്ട് നൽകുന്ന രീതിയിലോട്ട് ക്രിമിനൽ നിയമങ്ങളെല്ലാം മാറുകയാണ്. അതോടൊപ്പം തന്നെ കുറ്റം ചെയ്തവർക്ക് കൂടുതൽ ശിക്ഷ ഉറപ്പാക്കുന്ന അവരുടെ റെക്കോർഡുകളെല്ലാം ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് നിയമങ്ങൾ മാറുന്നു. കുറെ നാൾ മുൻപ് വരെ UK സാഹചര്യം അനുസരിച്ച് കമ്പ്യൂട്ടറുകളിലോ പേപ്പറിലോ ഒതുങ്ങുമായിരുന്ന കേസുകളെല്ലാം ഇപ്പോൾ ഓൺലൈൻ വിസ സിസ്റ്റം വരുന്നതോടെ അവരുടെ ക്രിമിനൽ റെക്കോർഡുകളെല്ലാം ലിങ്ക് ചെയ്യുന്ന രീതിയിലോട്ടാണ് പുതിയ നിയമങ്ങളെല്ലാം വന്നിരിക്കുന്നത്. UK ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അപേക്ഷിക്കുന്നവർ 12 മാസ കാലയളവിനുള്ളിൽ 180 ദിവസത്തിൽ കൂടുതൽ UK പുറത്തു പോകാൻ പാടില്ല എന്ന നിയമവും കർശനമായി നടപ്പാക്കിയിരിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ അതിൽ കൂടുതൽ സമയം UK പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ കാരണം ഒരു വാലിഡ് റീസൺ കാണിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും അലോ ചെയ്യാറുണ്ടെങ്കിലും അത്യാവശ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടുതൽ സമയം UK പുറത്തു പോയവരെ സംബന്ധിച്ചിടത്തോളം PR ലഭിക്കുക എന്നുള്ളത് തീർച്ചയായും ബുദ്ധിമുട്ടാകും. UK ഗവൺമെന്റ് നടപ്പാക്കുന്ന ഇമിഗ്രേഷൻ നിയമങ്ങൾ രാജ്യത്തൊട്ടാകെ ബാധകമാണ്. പല നിയമങ്ങളും ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും വെയിൽസിലും നോർത്തേൺ അയർലൻഡിലും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ നിയമങ്ങളുടെ കാര്യത്തിൽ രാജ്യവ്യാപകമായി ഒരേ ഒരു നിയമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നോർത്തേൺ അയർലൻഡിലോ UK ഏത് ഭാഗത്താണ് താമസിക്കുന്നതെങ്കിലും UK ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഇമിഗ്രേഷൻ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ബാധകവുമാണ്. ഇപ്പോൾ UK എത്തുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും കെയർ അസിസ്റ്റന്റുമാരുടെ കാര്യത്തിലാണെങ്കിലും ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയാത്ത നിയമമാണ് UK നിലനിൽക്കുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം മെയിൻ ആപ്ലിക്കന്റിന് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിച്ചതിന് ശേഷം ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കുന്ന കാര്യമാണ്. UK പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാലറി ത്രഷോൾഡ് അനുസരിച്ചുള്ള ഒരു ജോലി കിട്ടിയാൽ മാത്രമാണ് ഫ്യൂച്ചറിൽ ഡിപെൻഡൻസിനെ കൊണ്ടുവരാനായി സാധിക്കുകയുള്ളൂ. UK ഓൾറെഡി ഡിപെൻഡൻസുമായി വന്നിട്ടുള്ള കെയർ വർക്കേഴ്സിന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൂടെയുള്ള ഡിപെൻഡൻസിനും വിസ റിന്യൂ ചെയ്യുന്നതിനോ UK തുടരുന്നതിനോ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ല. അവർ എത്തിയ സമയത്തുള്ള നിയമമായിരിക്കും അവർക്ക് ബാധകമാവുക. UK സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിനും ഒട്ടേറെ ക്രൈറ്റീരിയകളാണ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതനുസരിച്ച് എല്ലാ ചെക്കുകളും വളരെ ഡീറ്റെയിൽഡ് ആയി ചെയ്തതിനു ശേഷം മാത്രമാണ് സിറ്റിസൺഷിപ്പ് ലഭിക്കുകയുള്ളൂ. ചില സാഹചര്യങ്ങളിൽ പലർക്കും PR ലഭിക്കുമെങ്കിലും അതിനുശേഷം UK പാസ്പോർട്ട് ലഭിക്കുക എന്നുള്ളത് ഒട്ടേറെ കടമ്പകളുള്ള പ്രോസസ്സായി മാറിയിരിക്കുന്നു. UK ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ് നിയമങ്ങൾ ലംഘിച്ചിട്ടുള്ളവർക്കും PR ലഭിക്കുന്നതിനും തടസ്സമാകുന്ന രീതിയിലാണ് നിയമങ്ങൾ നിലനിൽക്കുന്നത്. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമറിന്റെ ഏറ്റവും പുതിയ പ്ലാനുകൾ അനുസരിച്ച് UK ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസുകൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ ഉണ്ടായാൽ അതിനെ കൂടുതൽ സീരിയസ് ആയ ഒരു ക്രൈമായി അതിനെ പരിഗണിക്കണമെന്നും നിയമത്തിന്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ഇത്തരം അക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള കർശന നടപടികൾ കൊണ്ടുവരണമെന്നുമാണ്. മറ്റുള്ള കേസുകളിലുമെല്ലാം കൃത്യമായ അന്വേഷണം നടത്തി കുറ്റം ചെയ്തവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലോട്ട് നിയമങ്ങൾ നടപ്പാക്കണമെന്ന നിർദ്ദേശവും പോലീസിന് നൽകി കഴിഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ സുരക്ഷ നൽകുന്ന കർശന നിയമങ്ങൾ കൂടിയാണ് UK കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വർദ്ധിച്ചിരിക്കുന്ന ക്രിമിനൽ കേസുകൾ കുത്തനെ കുറയ്ക്കുക, അതിനുള്ള കർശന പ്ലാനുകൾ തന്നെയാണ് ലേബർ ഗവൺമെന്റ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനായി സ്ട്രീറ്റുകളിൽ കൂടുതൽ പോലീസ് ഓഫീസേഴ്സിനെ നിയമിക്കും. ആയിരക്കണക്കിന് പുതിയ പോലീസ് ഓഫീസേഴ്സിനെ നിയമിക്കാനുള്ള നടപടികൾക്കുമാണ് ഇപ്പോൾ ഗവൺമെന്റ് തുടക്കമിട്ടിരിക്കുന്നത്. UK കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങൾ ക്രിമിനൽ കേസുകൾ കുറയ്ക്കുക മാത്രമല്ല UK എത്തിയിട്ടുള്ളവർക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുന്നതിനും തടസ്സമാകുന്ന രീതിയിൽ തന്നെയാണ് ഗവൺമെന്റ് പ്ലാനുകൾ നടപ്പാക്കുക. UK വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ധാരാളം അപ്ഡേറ്റുകളാണ് ഓരോ ദിവസവും വരുന്നത്. കൂടുതൽ പുതിയ വാർത്തകളുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.